ദൈവത്തിന് സ്തുതി. ഒരു വിശുദ്ധ പിതാവ് തൻ്റെ സന്യാസ ഭവനത്തിൽ സഹോദരങ്ങളോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരങ്ങളുടെയും അരികിൽ ഓരോ മാലാഖമാർ എഴുതിക്കൊണ്ട് നിൽക്കുന്നതായിരുന്നു ആ ദർശനം. എഴുതുമ്പോൾ ചില മാലാഖമാർ സ്വർണം കൊണ്ടും, ചില മാലാഖമാർ വെള്ളി കൊണ്ടും, ചില മാലാഖമാർ മഷി കൊണ്ടും, ചില മാലാഖമാർ വെള്ളം കൊണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലരാകട്ടെ ഒന്നും എഴുതിയതുമില്ല. ഈ ദർശനത്തിൻ്റെ അർത്ഥം ഗ്രഹിപ്പാനുള്ള ആത്മജ്ഞാനമാകുന്ന പ്രകാശവും ദൈവം ആ വിശുദ്ധന് അപ്പോൾ തന്നെ നൽകുകയുണ്ടായി. സ്വർണം സൂചിപ്പിച്ചത് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകളെയാണ്. വെള്ളി സൂചിപ്പിച്ചത് ഇവരുടെ ഭക്തജീവിതത്തിൽ ഇനിയും വളരുവാനുണ്ട് എന്നത് കാണിക്കുകയായിരുന്നു. മഷി സൂചിപ്പിച്ചത് ഇവർ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിച്ചു, എന്നാൽ ഇവരുടെ ഉള്ളത്തിൽ ഭക്തി ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. വെള്ളം സൂചിപ്പിച്ചതാകട്ടെ പ്രാർത്ഥനയിൽ യാതൊരു ശ്രദ്ധയും കൂടാതെ വാക്കുകൾ ഉപയോഗിച്ചവരുടേതായിരുന്നു. എന്നാൽ യാതൊന്നും എഴുതാതെ ഇരുന്ന മാലാഖമാരാകട്ടെ പ്രാർത്ഥനയിൽ പല വിചാരങ്ങളെ മനഃപൂർവമായി താലോലിച്ചുകൊണ്ടിരുന്നവരെ ആയിരുന്നു സൂചിപ്പിച്ചത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 12:5 നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ച് പോന്നു. വീണ്ടും യേശുവിൻ്റെ ഗതസമനയിലെ പ്രാർത്ഥനകളിലും ശ്രദ്ധയല്ല, അതിശ്രദ്ധ തന്നെ നാം കാണുന്നുണ്ട്. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ ലൂക്കോസ് 22:44 നാം വായിക്കുന്നു. നോക്കൂ, നമ്മുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധ എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. പ്രാർത്ഥനാ സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കാനായി പല വിചാരങ്ങൾ അഥവാ ലൗകിക ചിന്തകൾ ശത്രുവായ പിശാച് നമ്മുടെ മനസ്സിൽ കൊണ്ട് വരും. ഇങ്ങനെ പിശാച് പ്രവർത്തിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളെ ഉദ്ദേശിച്ച ആകുന്നു. ഒന്ന്, പ്രാർത്ഥനയിൽ ദൈവത്തിന് നേരെ നാം അനാദരവ് കാണിച്ച് നമ്മെ പാപം ചെയ്യിക്കണം. 2, പ്രാർത്ഥന മൂലം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അവനെ കവർന്നെടുക്കണം. അതിനാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പേ 3 കാര്യങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് മുമ്പേ നാം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഉന്നതനായ ദൈവത്തോട് സംസർഗം ചെയ്യാനും സംഭാഷിക്കുവാനും ആരംഭിക്കുകയാണ് എന്ന അവബോധം നമ്മിൽ ഉണ്ടാകണം. പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നിടും നേര എന്നാണല്ലോ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയിൽ പ്രഭാത പ്രാർത്ഥനയിൽ പാടി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥിപ്പാനായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നതെന്നുള്ള അവബോധം. 2, പ്രാർത്ഥനയിൽ നാം ആരെന്നും നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും നാം എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നും ശ്രദ്ധിക്കണം. 1, നാം ആരെന്ന്; 2, നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്; 3, നാം എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നും ശ്രദ്ധിക്കണം. അബ്രഹാം പിതാവ് പറയുന്നുണ്ടല്ലോ, അബ്രഹാമോ ഒന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നും സൊദോം ഗൊമോറായ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് മധ്യസ്ഥത യാചിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
അവിടെ ഉൽപ്പത്തി 18:22 അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. വീണ്ടും ഉൽപ്പത്തി 18:27 പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ എന്നാണ് അബ്രഹാം പിതാവ് പറയുന്നത്. നോക്കൂ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ദൈവസാന്നിധ്യ ബോധവും നമ്മൾ ആരെന്നും ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ളതായ അവബോധം. മൂന്നാമതായിട്ട്, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ലൗകിക ചിന്തകളെ പിരിച്ചുവിടണം. യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് വാക്കുകളുടെ ഉച്ചാരണം മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഭക്തിയും ആവശ്യമാണ് എന്ന് വിശുദ്ധ ഗ്രിഗറിയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.